സി സദാനന്ദൻ മാസ്റ്ററുടെ കാൽവെട്ടിയ പ്രതികൾക്ക് റീൽസിട്ട CPM-ന്റെ യാത്രയയപ്പ് പങ്കെടുത്ത് കെ ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി സദാനന്ദൻ മാസ്റ്റർ. കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമെന്ന വിമർശനം. കൊടിസുനിക്ക് ഇനി പരോളില്ലെന്ന് പി ജയരാജൻ തന്നെ പറയുന്നു. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങ് നിർബന്ധമാക്കാൻ പോലീസ്. TP കേസിലെ പ്രതികളുടെ മദ്യപാനം, പരസ്യ മദ്യപാനം, നിയമം ലംഘിച്ചവർക്കും കൂട്ടുനിന്നവർക്കുമെതിരെ നടപടിയെടുത്തുവെന്ന് AN ഷംസീർ. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്നും ഷംസീർ വ്യക്തമാക്കി. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി, അതാണ് പിണറായി സർക്കാരിന്റെ നയമെന്ന് പി ജയരാജൻ. CPM-ന് മുന്നിൽ സെക്രട്ടറി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. LDF മാറി, പിണറായി സർക്കാരായത് ഏകാധിപത്യ ശൈലി. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. രണ്ടാം LDF സർക്കാർ എന്നത് മാറി, പിണറായി സർക്കാർ എന്നായി. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. CPI പരസ്യ വിമർശനം തുടരുക തന്നെയാണ്. നിലമ്പൂരിൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതും അൻവറിന് മറുപടി നൽകാത്തതും പാളിയെന്ന് വിമർശിച്ചും CPI മലപ്പുറം ജില്ലാ സമ്മേളനം. വിദ്യാർത്ഥികൾക്ക് മനോഹരമായ മാതൃകയാക്കേണ്ടവരല്ലേ നിങ്ങൾ? വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കത്തിൽ ഹൈക്കോടതി. വിവരവും വിദ്യാഭ്യാസവും ഇല്ല, എഴുത്തും വായനയും അറിയാത്തവർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ച് VC. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഗവർണർ. അടൂർ പറഞ്ഞത് ആ ഉദ്ദേശത്തോടെ അല്ല. ഇന്റർവ്യൂ നടത്തി ആവശ്യമെങ്കിൽ ക്ലാസ് കൊടുക്കണമെന്ന് അടൂരിനെ പിന്തുണച്ച് മുകേഷ് MLA. സി സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയ കേസിൽ 30 വർഷത്തിനു ശേഷം പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. സുപ്രീം കോടതി അപ്പീൽ തള്ളിയതോടെയാണ് CPM പ്രവർത്തകരായ 8 പേർ കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. 12 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ വെറുതെ വിട്ടു. 7 വർഷത്തെ കഠിന തടവാണ് പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ചത്. 6 മാസത്തെ ജയിൽവാസത്തിനു ശേഷം പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. വിധിക്കെതിരെ വിചാരണ കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും തള്ളി. പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതി വിധി ശരിവയ്ക്കുകയായിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. ഇതോടെ ഹൈക്കോടതി വിധി അംഗീകരിക്കേണ്ടതായി വന്നു. കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ച അവസാന തീയതി കഴിഞ്ഞ ദിവസമായിരുന്നു. അതോടെയാണ് വീണ്ടും ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നത്. അതേസമയം ജയിലിലേക്ക് മടങ്ങുന്ന പ്രതികൾക്ക് മട്ടന്നൂർ ഉരുവച്ചാലിൽ യാത്രയയപ്പ് നൽകി. സ്ഥലം MLA ആയ KK ശൈലജ ഉൾപ്പെടെ യാത്രയയപ്പിൽ പങ്കെടുത്തു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതികളെ CPM പ്രവർത്തകർ യാത്രയാക്കിയത്. ജയിലിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ യാത്രയയപ്പ് പരിപാടിയുടെ റീൽസും ഇതിനകം തന്നെ സമൂഹ മാധ്യമത്തിലൂടെ CPM പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. തന്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് പോകും മുൻപ് യാത്രയയപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട CPM നേതാവും MLA-യുമായ KK ശൈലജയ്ക്കെതിരെ സി സദാനന്ദൻ MPയുടെ വിമർശനം. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയയപ്പ് നൽകിയതും അതിൽ മുൻമന്ത്രി KK ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തതും ദൗർഭാഗ്യകരമെന്ന് അദ്ദേഹം പറഞ്ഞു. MLA എന്നുള്ള നിലയിൽ ശൈലജ അങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുത്തത് ദൗർഭാഗ്യകരമാണ്. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമാണ് KK ശൈലജ സ്വീകരിച്ചതെന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണ്ണൂർ ജയിലിൽ നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. മുൻപ് നടന്ന അക്രമങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. തന്നെ ആക്രമിച്ച കേസിൽ നീതി ലഭിക്കാൻ വൈകിയെന്ന തോന്നലുണ്ട്. CPM-കാരായ 8 പ്രതികളെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. ശിക്ഷാവിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. ഇത്രയും കാലം കേസിൽ അപ്പീൽ നൽകി ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി, അതാണ് പിണറായി സർക്കാരിന്റെ നയമെന്ന് പി ജയരാജൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ CPM വെട്ടിലായിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതികരണവുമായി CPM നേതാവ് പി ജയരാജനും സ്പീക്കർ AN ഷംസീറും രംഗത്ത് വന്നിരിക്കുന്നു. സംഭവത്തിൽ നടപടിയെടുക്കുമെന്നും അതാണ് സർക്കാർ നയമെന്നും ജയരാജൻ പറഞ്ഞു. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കും, അതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നയം. സർക്കാർ കർശനമായ നടപടിയെടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവർക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. കൊടിസുനിയും സംഘവും നടത്തിയ മദ്യപാനം പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷംസീർ വ്യക്തമാക്കി. ജയിലിനകത്ത് മദ്യപിച്ചതായി തന്റെ ശ്രദ്ധയിലില്ല. ജയിലിന്റെ പുറത്തുനിന്നും കഴിച്ചതായി അറിഞ്ഞു. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഗൗരവത്തിൽ തന്നെ ആവശ്യമായ നടപടി എടുത്തിട്ടുണ്ടെന്നും ഷംസീർ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു സംഭവം. തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യം കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരം ഒരുക്കുകയായിരുന്നു. താമരശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം. കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കളെത്തിയത്. സംഘത്തിൽ TP കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു. മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതികൾക്ക് അകമ്പടി പോയ AR ക്യാമ്പിലെ
പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം അതേ ജയിലിൽ നിന്നും കൊണ്ടുപോയ കൊടിസുനിക്കാണ് മദ്യപാനത്തിന് അവസരമൊരുക്കിയത്. മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവാദം കെട്ടടങ്ങും മുൻപേ കൊടിസുനിയുടെയും സംഘത്തിന്റെയും മദ്യപാനം കൂടി വന്നത് പോലീസിനാകെ നാണക്കേടായി. ഇതിനിടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യത്തിലായിരുന്ന കൊടിസുനിയെ കണ്ണൂർ ജയിലിൽ തിരിച്ചെത്തിച്ചു. രണ്ടാം LDF സർക്കാർ എന്നത് മാറി പിണറായി സർക്കാർ എന്നായി. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം വീണ്ടും. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. CPMന് മുന്നിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയിലും നേതൃത്വം നിലപാടില്ലാത്തവരായി മാറിയെന്നും വെള്ളാപ്പള്ളിയെ പിന്തുണച്ച CPM നേതൃത്വത്തെ താങ്ങുന്നവരായി CPM നേതാക്കൾ മാറി എന്നിങ്ങനെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. തുടർ ഭരണം ലഭിച്ചപ്പോൾ രണ്ടാം LDF സർക്കാർ എന്നത് മാറി പിണറായി സർക്കാരായി മാറി. LDF മാറി പിണറായി സർക്കാർ ആയത് ഏകാധിപത്യ ശൈലിയാണ് എന്നതാണ് ഉയർന്ന വിമർശനം. CPM മന്ത്രിമാർക്കെതിരെയും മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. മന്ത്രിമാർ പോലും പിണറായി സർക്കാർ എന്നാണ് ആവർത്തിക്കുന്നത് എന്നായിരുന്നു വിമർശനം. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിലാണ് വിമർശനങ്ങൾ ഉണ്ടായത്. CPMന് മുന്നിൽ CPI സെക്രട്ടറി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. LDF യോഗത്തിന് പോകുന്ന ബിനോയ് വിശ്വത്തിന് ക്ലാസ് നൽകണമെന്ന വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു. CPI മന്ത്രിമാരുടെ വകുപ്പുകളിലെ ഫണ്ടുകൾ പോലും CPM മന്ത്രിമാർക്ക് വകമാറ്റിയെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിലാണ് രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായത്. നേരത്തെ CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിലും അതിരൂക്ഷ വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. സംസ്ഥാന സർക്കാരിന് മുന്നണി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അക്കമിട്ടാണ് കാര്യങ്ങൾ നിരത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതും തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി. ജില്ലയിൽ നിന്നുള്ള ഏക സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെയായിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ മുന്നണിയും CPMും ചുമതലപ്പെടുത്തിയിരുന്നത്. അതേ സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നാണ് പ്രതിനിധികളുടെ വിമർശനം. ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുവെന്നാണ് പൊതുവായി ഉയർന്ന അഭിപ്രായം. മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിച്ചു. ഇത് ഭാവിയിൽ കൂടുതൽ തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. PV അൻവറിനെ വിലയിരുത്തുന്നതിലും വീഴ്ച പറ്റി. അൻവറിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ അവഗണിച്ച് മുന്നോട്ട് പോയതാണ് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് രൂക്ഷ വിമർശനങ്ങളുള്ളത്. 3 ദിവസങ്ങളിലായി പരപ്പനങ്ങാടിയിലാണ് CPI ജില്ലാ സമ്മേളനം നടക്കുന്നത്. കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിമർശിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും പരാമർശമുണ്ട്. ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ പരാമർശം. രജിസ്ട്രാർ കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളെന്നും VC യോഗത്തിൽ പറഞ്ഞു. രജിസ്ട്രാർ സസ്പെൻഷൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നും VC യോഗത്തിൽ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ജീവനക്കാരുടെ പ്രത്യേക യോഗം VC വിളിച്ചത്. യോഗത്തിൽ നിന്ന് ഇടത് ജീവനക്കാരുടെ സംഘടന വിട്ടുനിന്നിരുന്നു. താൻ ജീവനക്കാർക്കൊപ്പം ഉണ്ടെന്നും ജീവനക്കാർ തനിക്കൊപ്പം നിന്നാൽ മതിയെന്നും എല്ലാ സംരക്ഷണവും ഒരുക്കാമെന്നും VC യോഗത്തിൽ പറഞ്ഞു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിന് പിന്നാലെയാണ് ജീവനക്കാരുടെ യോഗത്തിൽ VCയുടെ അധ്യക്ഷത പരാമർശം. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ VCയുടെ ഉത്തരവാദിത്തം തീർന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഗവർണർ. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനങ്ങളിൽ തടസ്സങ്ങൾ നീക്കണമെന്ന് ഗവർണർ. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനുള്ള തടസ്സം നീക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധികളെ നൽകാനും സർക്കാർ സഹകരിക്കണം. കൂടിക്കാഴ്ചയ്ക്കെത്തിയ മന്ത്രിമാരോടാണ് ഗവർണർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കാൻ ഗവർണറും സർക്കാരും യോജിച്ച് തീരുമാനമെടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. ഈ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ സഹകരണം വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഗവർണർ സർക്കാർ സഹകരണം ആവശ്യപ്പെട്ടത്. സർക്കാർ സഹകരണം ഉണ്ടായാൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകില്ലെന്നാണ് ഗവർണർ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത്. VC നിയമനത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടിരുന്നത്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം സ്പൈസിയാണ് എന്നതിനപ്പുറം അഭികാമ്യമായി എന്താണുള്ളതെന്ന് ഹൈക്കോടതി. വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ഒരു മാതൃകയാകേണ്ടവരല്ലേ നിങ്ങളെന്നും കോടതി വാക്കാൽ ആരാഞ്ഞു. തന്റെ സസ്പെൻഷൻ ഉത്തരവിനെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ വാക്കുകൾ. കേസ് വീണ്ടും ഈ മാസം 6-ന് പരിഗണിക്കും.
രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനല്ലേ VC-ക്കല്ലല്ലോ എന്ന് കോടതി ഇതിനിടെ വാക്കാൽ ആരാഞ്ഞു. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചതോടെയാണ് കോടതിയിൽ നേരത്തെ നൽകിയിരുന്ന ഹർജി പിൻവലിച്ചതെന്ന് ഡോക്ടർ അനിൽകുമാർ വ്യക്തമാക്കി. സിൻഡിക്കേറ്റിന്റെ ഈ തീരുമാനം VC ഉൾപ്പെടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ സിൻഡിക്കേറ്റ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അംഗീകരിക്കാതിരിക്കുകയും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുകയും ചെയ്യുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുകയാണ് വൈസ് ചാൻസലർ. VC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും പിന്നാലെ സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവാം എന്നാണ് സെക്ഷൻ 10(13) പറയുന്നത്. VC ഇങ്ങനെ ചെയ്തെങ്കിലും സസ്പെൻഷൻ തീരുമാനം സിൻഡിക്കേറ്റ് പിൻവലിച്ചു. VC-യുടെ അധികാരം അവിടെ കൊണ്ട് അവസാനിച്ചെന്നും പിന്നീട് സിൻഡിക്കേറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നും ഡോക്ടർ അനിൽകുമാർ വ്യക്തമാക്കി. എന്നാൽ ഈ വാദങ്ങൾ VC-യുടെ അഭിഭാഷകൻ ഖണ്ഡിച്ചു. അടിയന്തര സാഹചര്യത്തിലാണ് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചപ്പോൾ അവിടെ വ്യക്തമാക്കിയത് സസ്പെൻഷനെതിരെ രജിസ്ട്രാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ കാര്യങ്ങൾ യോഗത്തിൽ വയ്ക്കുന്നുവെന്നുമാണ്. സസ്പെൻഷന്റെ നിയമസാധുത ചർച്ച ചെയ്യാനായിരുന്നില്ല യോഗം. ഹർജിക്കാരൻ പോലും ആവശ്യപ്പെടാത്ത ആ കാര്യം സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ചാൻസലർക്ക് മുൻപാകെ തന്റെ പരാതി പറയുകയായിരുന്നു ഹർജിക്കാരൻ ചെയ്യേണ്ടിയിരുന്നതെന്നും VC-യുടെ അഭിഭാഷകൻ വാദിച്ചു. ഇതിനിടെ VC സിൻഡിക്കേറ്റിന് മുകളിലാണോ എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ ചർച്ച ചെയ്യേണ്ട അജണ്ടയിൽ VC ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിനപ്പുറത്തേക്ക് വിഷയങ്ങൾ ചർച്ചയാവുകയും ബഹളമാവുകയും ചെയ്തതോടെ VC യോഗത്തിൽ നിന്നും പോയി എന്നും അഭിഭാഷകൻ വാദിച്ചു. ഇരുഭാഗവും വാദങ്ങൾ നിർത്തിയതോടെ ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. വിവാദ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച മുകേഷ് MLA. അടൂർ പറഞ്ഞതൊക്കെയും നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മുകേഷ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മോശം ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ഒരു ഇന്റർവ്യൂ നടത്തി ആവശ്യമെങ്കിൽ 3 മാസത്തെ ക്ലാസ് കൊടുക്കണം. അദ്ദേഹം ഉദ്ദേശിച്ചതും അതായിരിക്കാം. സ്ത്രീകളിൽ തന്നെ സംവിധാനം അറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിൽ 3 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് സംവിധാനം ചെയ്താൽ കുറെ കൂടി നന്നാകും. അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അങ്ങനെ വേണമെന്നല്ലേ പറയുന്നത്. ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അറിയാൻ സാധിക്കുമല്ലോ. കഴിവുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നാണ് മുകേഷ് പറയുന്നത്.